ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബ്രാഞ്ച് ആൻഡ് ബൗണ്ടിനകത്ത് വരുന്ന അല്ലെങ്കിൽ ആ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലത്തിൻ്റെ പേരാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ. നിങ്ങൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് ബാങ്കേഴ്സ് അൽഗോരിതംസ് പഠിച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ കസ്റ്റമർ പ്രോബ്ലം, അങ്ങനെ കുറേ പ്രോബ്ലംസ് പഠിച്ചിട്ടുണ്ട്. ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം. അപ്പോൾ അതേമാതിരി ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് എന്ന് പറയുന്ന ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം എന്ന് പറയുന്നത്. പേര് കേൾക്കുമ്പോൾ ട്രാവലിംഗ് സെയിൽസ്മാനും ഇതുമായിട്ട് എന്ത് ബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഗ്രാഫുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെയിൽസ്മാൻ ഉണ്ട്, അയാൾക്ക് സിറ്റിക്കകത്തുള്ള ഒരുപാട് സിറ്റികൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്ത് കാര്യങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്കിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സ്റ്റാർട്ടിൽ നിന്ന് തുടങ്ങി തിരിച്ച് അയാൾ സ്റ്റാർട്ട് ചെയ്തത് എവിടെയോ അവിടെ വന്ന് നിൽക്കണം. ആ വന്ന് നിൽക്കുന്നത് വരെ അയാൾ ഓരോ സ്ഥലവും ഒരു പ്രാവശ്യം മാത്രമേ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എങ്ങനെ അത് സോൾവ് ചെയ്തെടുക്കാം, അതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് സിറ്റീസ് ഉണ്ട്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓരോ സിറ്റീസിനും ഡിഫറെൻ്റ് ആയിരിക്കും. ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം സ്റ്റേറ്റ്സ് ആയിട്ട് എ സെയിൽസ്മാൻ ഹാസ് ടു വിസിറ്റ് എവറി സിറ്റി എക്സാക്ട്ലി വൺസ്. He has to come back to the city from where he starts his journey. What is the shortest possible route that the salesman must follow to complete his tour? Okay, അപ്പോൾ അതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പറയുന്നത്. ഒരു സെയിൽസ്മാന് എല്ലാ സിറ്റീസും എക്സാക്ട്ലി ഒരു ടൈമിൽ വിസിറ്റ് ചെയ്തിട്ട് അയാൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തോ അവിടേക്ക് തിരിച്ചു വരണം. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അയാൾ സഞ്ചരിച്ച ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് പോസിബിൾ റൂട്ട് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു വെയ്റ്റഡ് ഗ്രാഫ് തന്നിട്ടുണ്ട്. അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാമിൽട്ടോണിയൻ സൈക്കിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുമ്പോൾ അറിയാം എന്താണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു നോഡിൽ നിന്ന് തിരിച്ച് ആ നോഡിലേക്ക് എത്തുക. ആ നോഡിലേക്ക് എത്തുമ്പോൾ എക്സാക്ട്ലി അയാൾ അതിനകത്തുള്ള എല്ലാ നോഡുകളും വിസിറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന സൈക്കിളാണ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് സിറ്റി എ ഉണ്ട്, സിറ്റി ബി, സിറ്റി ഡി, സിറ്റി സി. ഇതിൽ സിറ്റി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ സിറ്റികളെല്ലാം എക്സാക്ട്ലി ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്ത് തിരിച്ച് അയാൾ സിറ്റി എയിലേക്ക് വരണം. ഒരു പ്രാവശ്യമേ വിസിറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ സിറ്റി എയിൽ നിന്ന് അയാൾ ഡിയിലേക്ക് വന്നു, ദെൻ ബിയിലേക്ക് വന്നു, ദെൻ എഗെയിൻ അയാൾക്ക് സിയിലേക്ക് വന്നു, സിയിൽ നിന്ന് ഡി എന്ന് പറയുന്നത് ഓൾറെഡി വിസിറ്റ് ചെയ്തതാണ്, അപ്പോൾ ഡിയിൽ വന്നു. അപ്പോൾ അതൊരു നല്ല മെത്തേഡല്ല, അത് ഹാമിൽട്ടോണിയൻ മെത്തേഡല്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വേറൊരു മെത്തേഡ് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ സിറ്റി എയിൽ നിന്ന് ഞാൻ ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് ഡിയിലേക്ക് വന്നു, ഡിയിൽ നിന്ന് സിയിലേക്ക് വന്നു, സിയിൽ നിന്ന് എയിലേക്ക് വന്നു. അതൊരു മെത്തേഡാണ്. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ എയിൽ നിന്ന് ഡിയിലേക്ക് വന്നു, ഡിയിൽ നിന്ന് ബിയിലേക്ക് വന്നു, ബിയിൽ നിന്ന് സിയിലേക്ക് വന്നു, സിയിൽ നിന്ന് നേരെ എയിലേക്ക് പോകും. ആ മെത്തേഡും പോസിബിളാണ്. അപ്പോൾ ഏത് മെത്തേഡും നമുക്ക് ഫോളോ ചെയ്യാം. ഒന്നിലധികം പാത്ത് നമുക്ക് ഉണ്ടാകും. ആ ഒന്നിലധികം പാത്തിൽ ഏറ്റവും കുറച്ച് നമുക്ക് അതിനകത്ത് കോസ്റ്റ് ആവുന്നു. കോസ്റ്റ് എന്ന് വെച്ചാൽ അയാൾക്ക് സഞ്ചരിക്കാൻ എടുക്കുന്ന ഒരു കോസ്റ്റാണ് ഉദ്ദേശിക്കുന്നത്. സഞ്ചരിക്കാൻ അയാൾക്ക് എത്രത്തോളം കോസ്റ്റ് കുറവ് വേണം, ആ ഒരു മെത്തേഡ് മാത്രം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എയിൽ നിന്ന് ഡി, ഡിയിൽ നിന്ന് ബി, ബിയിൽ നിന്ന് സി, സിയിൽ നിന്ന് എ, അതൊരു മെത്തേഡാണ്. അപ്പോൾ അതിനകത്തുള്ള കോസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ വെയിറ്റുകൾ തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും മിനിമം ഏതോ അതാണ് നമ്മൾ എടുത്തു വെച്ച് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു പാത്ത് എന്ന് പറയുന്നത് എ ടു ബി, ദെൻ ബി ടു ഡി, എ ടു ബി, ദെൻ ബി ടു ഡി, ഡി ടു സി, സി ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ 10 പ്ലസ്, ബിയിൽ നിന്ന് ഡിയിലേക്ക് 25 പ്ലസ്, ദെൻ 30 പ്ലസ്, ദെൻ 15. അപ്പോൾ ടോട്ടൽ 80 യൂണിറ്റ്സ്. ഇതിനേക്കാൾ ചെറുത് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. 20, 25, 45, 35, 80, 15, 95. അപ്പോൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്താണ് കോസ്റ്റ് കൂടുതലാണ്. സോ ആ കോസ്റ്റ് ആ ഒരു റൂട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നമുക്ക് എല്ലാ വേർട്ടെക്സും
മൂവ് ചെയ്ത് കയറുന്ന റൂട്ടാണ് നമ്മുടെ ഷോർട്ടസ്റ്റ് കോസ്റ്റ്, ലീസ്റ്റ് കോസ്റ്റ് ഷോർട്ടസ്റ്റ് റൂട്ട് എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന പ്രോബ്ലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു അൽഗോരിതം, ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിനകത്ത് ABCD എന്ന് പറയുന്ന 4 സിറ്റീസ് ഉണ്ടെന്ന് വിചാരിക്കുക. 4 സിറ്റീസ് A to Cയിലേക്ക് പോകാൻ പറ്റും. അതിനകത്ത് 12 ആണ്. ദെൻ സിയിൽ നിന്ന് ഡിയിലേക്കും എയിലേക്കും പോകാൻ പറ്റും. ഡിഫറെൻറ്റ് വെയിറ്റ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോസ്റ്റാണ്. അപ്പോൾ നമ്മളിതിൽ ചെയ്യുന്നത് ഓരോ നോഡിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിച്ച് അതിൽ ഏറ്റവും ചെറിയ കോസ്റ്റ് ഏതാണോ ആ കോസ്റ്റ് വഴി മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യൽ കോസ്റ്റ്, നമുക്ക് തന്നിരിക്കുന്ന ഇനിഷ്യൽ കോസ്റ്റ്. ഇപ്പോൾ A to A, B to B, C to C അങ്ങനെ നമുക്ക് സൈക്കിൾസ് ഒന്നുമില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ ഇൻഫിനിറ്റി എന്നുള്ള രീതിയിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് ഇല്ലാത്തത് നമ്മൾ 0 വെച്ചല്ല റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇൻഫിനിറ്റി വെച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കോസ്റ്റ് മെട്രിക്സ് ഷോസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സിറ്റീസ്. ഇൻഫിനിറ്റി മീൻസ് നോ എഡ്ജ് ബിറ്റ്വീൻ ദം. അതിനകത്ത് ഒരു എഡ്ജ് ഇല്ല എങ്കിൽ അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻഫിനിറ്റി വെച്ചാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ കറസ്പോണ്ടിങ് ഗ്രാഫിൻ്റെ മെട്രിക്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യും. ഇപ്പോൾ എയിൽ നിന്ന് എയിലേക്ക് ഇല്ലാത്തത് കൊണ്ട് ഇൻഫിനിറ്റി, എയിൽ നിന്ന് ബിയിലേക്ക് 4, ഓക്കെ, ദെൻ എയിൽ നിന്ന് സിയിലേക്ക് 12, ദെൻ എയിൽ നിന്ന് ഡിയിലേക്ക് 7. ഓക്കെ, അപ്പോൾ എയുടെ ഇതെല്ലാം കഴിഞ്ഞു. ഇത് നെക്സ്റ്റ് ബി എടുക്കുക. ബിയുടെ B to A എന്ന് പറയുന്നത് 5 ആണ്. B to B ഇല്ല, സോ ഇൻഫിനിറ്റി ആണ്. B to C അങ്ങനെ ഒരു സംഭവം ഇല്ല, സോ അതുകൊണ്ട് ബിയിൽ നിന്ന് സിയിലേക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ഇൻഫിനിറ്റി. ദെൻ B to D ഈസ് 18. അടുത്തത് സി എന്ന് പറയുന്ന നോഡ് വെച്ചിട്ട് സിയിൽ നിന്ന് എയിലേക്ക് 11, സിയിൽ നിന്ന് ബിയിലേക്കില്ല, സോ ഇൻഫിനിറ്റി. സിയിൽ നിന്ന് ഡിയിലേക്ക് 6. ഓക്കെ, സിയിൽ നിന്ന് സിയിലേക്കും ഇല്ല, ഇൻഫിനിറ്റി. ദെൻ ഡിയിൽ നിന്ന് എയിലേക്ക്, ഈ ഒരു റൂട്ടുണ്ട്, ദാറ്റ് ഇസ് 10. ദെൻ ഡിയിൽ നിന്ന് ബിയിലേക്ക് 2, ഡിയിൽ നിന്ന് സിയിലേക്ക് 3, ഡിയിൽ നിന്ന് ഡിയിലേക്കില്ല, ഇൻഫിനിറ്റി. സോ ആദ്യം നമ്മൾ ആ ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വരയ്ക്കും. മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ വരയ്ക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്നത് എഡ്ജസ് ഇല്ല എങ്കിൽ, അങ്ങനെ ഒരു എഡ്ജ് ഇല്ല എങ്കിൽ അവിടെ ഇൻഫിനിറ്റി വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. ദെൻ അടുത്ത സ്റ്റെപ്പ്, അതിനകത്ത് വരുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് റോ റിഡക്ഷൻ. നമ്മളൊരു മെട്രിക്സ് കണ്ടുപിടിച്ചാൽ അതിനെ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഈ മെട്രിക്സിനെ കറസ്പോണ്ടിങ് റെഡ്യൂസ് ചെയ്യും. എങ്ങനെ റെഡ്യൂസ് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ഓരോ റോയുടെയും മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. ഓരോ റോയുടെയും മിനിമം. അപ്പോൾ ആദ്യത്തെ റോയുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്, രണ്ടാമത്തത് 5 ആണ്, മൂന്നാമത്തത് 6 ആണ്, നാലാമത്തത് 2 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന റോ റിഡക്ഷനകത്ത് ഫസ്റ്റ് ചെയ്യേണ്ടുന്നത് ഓരോ റോയുടെയും മിനിമം വാല്യൂസ് ഏതൊക്കെയാണെന്ന് എഴുതുക. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അടുത്ത ജോലി എന്ന് പറയുന്നത് ആ മിനിമം വാല്യൂ കണ്ടുപിടിച്ചല്ലോ, ആ മിനിമം വാല്യൂ വെച്ചിട്ട് ആ റോയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും സബ്ട്രാക്ട് ചെയ്യുക. നിങ്ങൾ മെട്രിക്സിനകത്ത് റോ 0 ആക്കുന്ന അതൊക്കെ പഠിച്ചിട്ടുണ്ട് മാത്സിൽ. ആ സെയിം തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഓരോ റോയുടെയും മിനിമം വാല്യൂ കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ റോയുടെ മൊത്തം എലമെൻറ്റ്സിനെയും ആ മിനിമം വാല്യൂ വെച്ചിട്ട് സബ്ട്രാക്ട് ചെയ്യാം. ഇൻഫിനിറ്റിയെ 4 വെച്ച് സബ്ട്രാക്ട് ചെയ്താലും ഒരു ഇൻഫിനിറ്റി വാല്യൂ, ഒരു വലിയ വാല്യൂവിനെ ഒരു ചെറിയ 4 വെച്ച് മൈനസ് ചെയ്യുമ്പോൾ അത് ഇൻഫിനിറ്റി തന്നെ. സോ അതിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. സോ എനിക്ക് 4, 5, 6, 2 എന്ന് പറയുന്ന മിനിമം വാല്യൂസ് കിട്ടും. ഇനി ഞാൻ ഓരോന്നിനെയും ആദ്യത്തേതിനെ ഞാൻ 4 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി അതുപോലെ, ദെൻ 0, ദെൻ 12 മൈനസ് 4 ഇസ് 8, ദെൻ 7 മൈനസ് 4 ഇസ് 3. ആദ്യത്തെ റോ. രണ്ടാമത്തെ റോയുടെ മിനിമം എന്ന് പറയുന്നത് 5 ആണ്. സോ മൈനസ് ചെയ്യുമ്പോൾ 0, ദെൻ ഇൻഫിനിറ്റി, 18 മൈനസ് 5 ഇസ് 13. ദെൻ അടുത്തതെന്ന് പറയുന്നത് 6 ആണ് മിനിമം. സോ 6 വെച്ച് ചെയ്യുമ്പോൾ ദിസ് വൺ ഇസ് 5 ആൻഡ് ദിസ് ഇസ് ഇൻഫിനിറ്റീസ്, ദെൻ ദിസ് വൺ ഇസ് 0. ദ ലാസ്റ്റ് എന്ന് പറയുന്നത് 2 വെച്ചിട്ടാണ്. സോ 8, 0, ദെൻ 1, ദെൻ ഇൻഫിനിറ്റി. ഇതാണ് എനിക്ക് ആ മിനിമം വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഞാൻ മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂസ്. അത് നോക്കാം. ഓക്കെ, ഇതാണ് എനിക്കത്
മിനിമം വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം മിനിമം വാല്യൂസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതുപോലെ ഇപ്പോൾ നമ്മൾ മിനിമം വാല്യൂസ് കണ്ടുപിടിച്ച് ഓരോ റോയും നോക്കിക്കഴിഞ്ഞാൽ ഓരോ റോയുടെയും ഇപ്പോഴത്തെ മിനിമം വാല്യൂ എന്താണ്? 0. ആ സെയിം ടെക്നിക്സ് തന്നെ നമ്മൾ കോളത്തിലും അപ്ലൈ ചെയ്യും. കോളം, ഈ കോളം ഇല്ല, ഇത് നമ്മൾ മിനിമം കണ്ടുപിടിച്ച കോളമാണ്. സോ ആ മിനിമത്തിൻ്റെ മിനിമം കണ്ടുപിടിക്കേണ്ട. ബാക്കി A B C D എന്ന് പറയുന്ന 4 കോളത്തിൻ്റെയും മിനിമൽ വാല്യൂ 0 ആണെങ്കിൽ പിന്നെ അവിടെ സബ്ട്രാക്ട് ചെയ്യാൻ നിൽക്കേണ്ട. 0 അല്ലെങ്കിൽ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സോ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മിനിമം വാല്യൂസ് ദിസ് വൺ is 0 and this one is 0, this one is 1 and this one is again 0. അപ്പോൾ ഒരെണ്ണത്തിൽ 0 ഇല്ല, 1 ആണ്. സോ ആ 1നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 ആക്കുന്നു. അപ്പോൾ ഇവിടെ 7 വരും, then this one is 0. സോ അതാണ് ഈ എഴുതിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഓരോ റോയുടെയും മിനിമം വാല്യൂസ് കണ്ടുപിടിച്ചു. ദെൻ ആ മിനിമം വാല്യൂ വെച്ചിട്ട് ആ റോ മൊത്തത്തിൽ സബ്ട്രാക്റ്റ് ചെയ്തു, അത് ഓരോ റോയിലും അപ്ലൈ ചെയ്തു. ദെൻ ലാസ്റ്റ് നമ്മൾ കോളം നോക്കുന്നു, ഓരോ കോളമായിട്ട് നോക്കുന്നു. ആ കോളത്തിലെ മിനിമം വാല്യൂ 0 ആണെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വിടുന്നു. പിന്നെ 0 അല്ലാത്ത ഏതെങ്കിലും കോളം ഉണ്ടെങ്കിൽ അതിലെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. അത് കറസ്പോണ്ടിങ് ആ കോളം വാല്യൂസിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത് കോളം റിഡക്റ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുക. അടുത്ത ജോലി എന്ന് പറയുന്നത് കോസ്റ്റ് കണ്ടുപിടിക്കുക എന്നാണ്. സോ കോസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഓഫ് എ നോഡ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് A പ്ലസ് A പ്ലസ് ഇക്വേഷനാണ് കോസ്റ്റ് ഓഫ് നമ്മൾ ഏത് നിന്നുകൊണ്ട് നമ്മുടെ ഇനിഷ്യൽ സ്റ്റെപ്പാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏത് നിന്നുകൊണ്ട് എന്നുള്ളത് കാണിക്കാൻ കോസ്റ്റ് ഓഫ് A, കോസ്റ്റ് ഓഫ് പാരൻറ്റ് പ്ലസ് കറണ്ട് റിഡക്ഷൻ എന്നാണ്. ഓക്കെ, ടോട്ടൽ കോസ്റ്റ് ഓഫ് എ നോഡ് എന്ന് പറയുന്നത് കോസ്റ്റ് AA, ഇത് നമ്മുടെ ആ മെട്രിക്സ് ഫോമിൽ നിന്ന് കിട്ടുന്നതാണ്, പ്ലസ് കറസ്പോണ്ടിങ് കോസ്റ്റ് ഓഫ് പാരൻറ്റ്, കോസ്റ്റ് ഓഫ് റിഡക്ഷൻ. ഇതിനകത്ത് എൻ്റെ പാരൻറ്റ് നോഡ് എന്ന് പറയുന്നത് A അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന നോഡാണ്. സോ അതിന് പാരൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ കറസ്പോണ്ടിങ് ഇതിൻ്റെ കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചാൽ ഇക്വേഷൻ ഇതാണ്, കോസ്റ്റ് ഓഫ് ദാറ്റ് പാത്ത് പ്ലസ് കോസ്റ്റ് ഓഫ് പാരൻറ്റ് പ്ലസ് കറണ്ട് റിഡക്ഷൻ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സ്റ്റാർട്ടിങ് പൊസിഷനിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് കോസ്റ്റ് ഓഫ് പാരൻ്റ് ഇല്ല. അപ്പോൾ പാരൻ്റ് ഏതാണെന്നുള്ളത് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കണം. ഇനി എനിക്ക് അങ്ങോട്ടുള്ള എല്ലാത്തിനും പാരൻ്റ് ഇതാണ്. അപ്പോൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്? അതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ റോയുടെയും മിനിമം വാല്യൂസ് കണ്ടുപിടിച്ചില്ലേ? 4, ദെൻ 5, 6, 2, ദെൻ ഒരു കോളത്തിന് നമ്മളൊരു മിനിമം വാല്യൂ വെച്ചു 1. എന്നിട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 4 + 5 + 6 + 2 + 1, 4 + 5 + 6 + 2 + 1. ഈ ഒരു നമ്മുടെ പാരൻ്റ് എന്ന് പറയുന്നതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പാരൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് ഇനി അങ്ങോട്ടുള്ള എല്ലാത്തിലും ആ പാരൻ്റ് ഓഫ് ൻ്റെ കോസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ അത് ആദ്യത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കുന്നത് ആദ്യം നമ്മൾ ഓരോ റോയുടെയും മിനിമം വാല്യൂസ് കണ്ടുപിടിച്ചു. ആ മിനിമം വാല്യൂസ് എല്ലാം കൂടി ആഡ് ചെയ്യുക. അതുപോലെ ഓരോ കോളത്തിൻ്റെയും മിനിമം വാല്യൂസ് ഉണ്ട്, അതെല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ എന്തായിട്ട് 18 എന്ന് പറയുന്നതാണ്. 4 + 5 + 6 + 2 + 1 is 18. സോ 18 ആണ് എൻ്റെ കറസ്പോണ്ടിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ മിനിമം വാല്യൂസ് കണ്ടുപിടിച്ചു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിൻ്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് എനിക്ക് 4 വേർട്ടെക്സേ ഉള്ളൂ, A, B, C, D. അത് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിലോടോ സിയിലോടോ ഡിയിലോടോ ഏതിലൂടെ പോയിട്ടായാലും എനിക്ക് അറ്റ് എ ടൈംസ് ഏതെങ്കിലും ഒരു പാത്തിൽ കൂടെ പോയി എയിൽ നിന്ന് ഒരു വെർട്ടെക്സിൽ പോവുക, അതിൽ നിന്ന് അടുത്ത വെർട്ടെക്സിൽ പോവുക, അതിൽ നിന്ന് അടുത്ത വെർട്ടെക്സിൽ പോവുക. കാരണം 4 വെർട്ടെക്സ് ഉണ്ട്. 4 വെർട്ടെക്സ് ഒരു പ്രാവശ്യം മാത്രമേ എനിക്ക് വിസിറ്റ് ചെയ്ത് എയിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, അപ്പോൾ അതിന് ആദ്യത്തെ A എന്ന് പറയുന്ന പാരൻ്റ് നോഡിൻ്റെ കോസ്റ്റ് കിട്ടി. A എന്ന് പറയുന്നത് 18. എയിൽ നിന്ന് എനിക്കിനി അടുത്തത് വേണമെങ്കിൽ സിയിലേക്ക് പോവാം, ബിയിലേക്ക് പോവാം, ഡിയിലേക്ക് പോവാം. അപ്പോൾ ദിസ് വൺ ഇസ് ബി, ദിസ് വൺ ഇസ് സി, ദിസ് വൺ ഇസ് ഡി. ഇനി ഞാൻ ചെയ്യേണ്ടുന്നത് 1 to 2 എന്ന് പറയുന്ന പാത്ത് ഞാൻ ചൂസ് ചെയ്താൽ അതിൻ്റെ കോസ്റ്റ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. 1 to 3 എന്ന് പറയുന്ന പാത്ത് യൂസ് ചെയ്താൽ അതിൻ്റെ കോസ്റ്റ് എന്താണെന്നുള്ളത് 1 to C അല്ലെങ്കിൽ A to C എന്ന് പറയുന്നത് കണ്ടുപിടിക്കാം. ദെൻ 1 to 4 എന്ന് പറഞ്ഞാൽ A to D എന്ന് പറയുന്ന വേർട്ടെക്സ് ആണ്.
എഡ്ജാണ്. ആ എഡ്ജസിൻ്റെ മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കണം. ഈ 3 മിനിമം കോസ്റ്റുകളും ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് അതിൽ ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണോ അതിൽ നിന്നായിരിക്കും അടുത്തത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസിഡർ ഓൾ അതർ വെർട്ടിസസ് 1 by 1. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് വെർട്ടെക്സ് എ കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്താണ്? നോഡ് 2. നോഡ് 2 എന്ന് പറയുന്നത് എ ടു ബി എന്ന് പറയുന്ന ഒരു എഡ്ജ് ആവാം. നോഡ് 3 എന്ന് പറയുന്നത് എ ടു സി. നോഡ് 4 എന്ന് പറയുന്നത് എ ടു ഡി. കാരണം 4 വെർട്ടെക്സ് ആണ്. എയിൽ നിന്ന് ബിയിലേക്ക് പോകണോ, എയിൽ നിന്ന് സിയിലേക്ക് പോകണോ, എയിൽ നിന്ന് ഡിയിലേക്ക് പോകുന്നോ, ഏതാണെന്നുള്ളത് കോസ്റ്റ് അനുസരിച്ചായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്തത് കോസ്റ്റ് നോഡ് 2, അതായത് എ ടു ബി എന്ന് പറയുന്ന എഡ്ജ് വെച്ചിട്ടുള്ളതാണ് നോക്കുക. എ ടു ബി എന്ന് പറയുന്ന എഡ്ജ് നോക്കുമ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ മെട്രിക്സ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച മെട്രിക്സ് ഇതാണ്. നമ്മൾ റെഡ്യൂസ് ചെയ്തെടുത്ത മെട്രിക്സ്. ഇപ്പോൾ ഈ കറസ്പോണ്ടിങ് മെട്രിക്സിൻ്റെ ഇനിഷ്യൽ മെട്രിക്സ് അല്ല ഇനി എടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരെണ്ണം റോയും കോളവും ഒക്കെ റെഡ്യൂസ് ചെയ്ത് കിട്ടിയ ഒരു മെട്രിക്സാണ് നമ്മളിനി യൂസ് ചെയ്യുക. അതാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എ ടു ബി എന്ന് പറഞ്ഞാൽ ഏതിൽ നിന്ന് ഏത്, ആദ്യം തന്നിരിക്കുന്നത് റോയും രണ്ടാമത്തത് കോളവുമായിട്ട് അസ്യൂം ചെയ്തിട്ട് എ എന്ന് പറയുന്ന റോയും ബി എന്ന് പറയുന്ന കോളവും എല്ലാം വാല്യൂസും ഇൻഫിനിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി എ ടു ബി എന്ന് പറയുന്നത് നമ്മൾ ഇൻഫിനിറ്റി വെച്ച് റീപ്ലേസ് ചെയ്താൽ തിരിച്ച് ബി ടു എ ആണെങ്കിലും അതിനെയും നമ്മൾ ഇൻഫിനിറ്റി വെച്ച് റീപ്ലേസ് ചെയ്യും. അതാണ് മെട്രിക്സ് ബി ടു എ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി. അങ്ങനെ സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എ എന്ന് പറയുന്ന റോയും ബി എന്ന് പറയുന്ന കോളവും ഇതിനകത്ത് ഏത് എലമെൻറ്റ്സ് വന്നാലും അതിനെല്ലാം എന്താക്കുക, ഇൻഫിനിറ്റി ആക്കുക. അപ്പോൾ എനിക്ക് ഇൻഫിനിറ്റി 7 3 0 ഇൻഫിനിറ്റി 13 then 5 ഇൻഫിനിറ്റി 0 then 8 ഇൻഫിനിറ്റി 0 ഇൻഫിനിറ്റി പ്ലസ് ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബി ഓഫ് എ, ബിയിലെ എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സെക്ഷൻ ഈ 0 എന്ന് പറയുന്നത് എന്താക്കുക, ഇൻഫിനിറ്റി ആക്കുക. ബി ടു എ എന്ന് പറഞ്ഞാൽ എ ടു ബി എന്ന് പറഞ്ഞാൽ ഒരുപോലെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ബി ടു എ എന്ന് പറയുന്ന ഈ 0യെയും ഇൻഫിനിറ്റി ആക്കി. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മുടെ രണ്ടാമത്തെ നോഡ് 2ൻ്റെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേജ് 1-ൽ കിട്ടിയ റെഡ്യൂസ്ഡ് മെട്രിക്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതിനകത്ത് എ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന റോയും ബി എന്ന് പറയുന്ന കോളവും ഇൻഫിനിറ്റി വാല്യൂ വെച്ച് സെറ്റ് ചെയ്യും. പ്ലസ് എ ടു ബി ഇതിനകത്ത് വരുന്ന ആ 2 വെർട്ടെക്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുമ്പോൾ ബി ടു എ എടുത്താലും അതിനെയും ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ കറസ്പോണ്ടിങ് ഈ മെട്രിക്സ് ആയിരിക്കും എനിക്ക് കിട്ടുക. നെക്സ്റ്റ് ഞാൻ വീണ്ടും റോ റിഡക്ഷൻസും കോളം റിഡക്ഷൻസും ഉണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ ആദ്യത്തെ റോയിൽ മൊത്തം ഇൻഫിനിറ്റിയാണ്, അതിലൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തെ റോയിൽ ചെയ്യാനുള്ളത് 13 ആണ് എനിക്ക് ഇതിനകത്ത് വരുന്ന മിനിമം വാല്യൂ. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി എന്താണ് 0 മിനിമം വാല്യൂ ഉണ്ട്, ഇതിനകത്തും 0 മിനിമം വാല്യൂ ഉണ്ട്. ഓക്കെ, ഇനി അത് ഞാൻ റെഡ്യൂസ് ചെയ്ത് എഴുതുമ്പോൾ ഇൻഫിനിറ്റി 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 then again this again infinity 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 0 then 5 infinity infinity 0 then 8 infinity 0 infinity. ഇതാണ് എനിക്ക് കിട്ടുന്ന മെട്രിക്സ്. റോ വൈസ് ഞാൻ മിനിമൈസ് ചെയ്തപ്പോൾ ഇനി എന്താണ് എനിക്ക് കോളം വൈസ് മിനിമൈസ് ചെയ്യാൻ. ഈ കോളം നോക്കണ്ട, ഈ കോളം നമ്മൾ ഈ റോയും ഈ കോളവും എന്താണ് നമ്മൾ എടുത്തതാണ്. സോ അതിനെ ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട, അതിനെ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ അതിലിനി ചേഞ്ച് ഇല്ല. പകരം ബാക്കി കോളംസ് നോക്കുക. ഈ കോളത്തിൽ മിനിമം 0 ഈ കോളത്തിൽ മിനിമം 0 പക്ഷേ ഈ കോളത്തിൽ മിനിമം എന്ന് പറയുന്നത് 5 ആണ്. സോ ആ 5നെ നമ്മൾ മാറ്റുമ്പോൾ ഇവിടെ ഉള്ളതെല്ലാം അതുപോലെ എഴുതുക. ദെൻ 0 ദെൻ 5 മിനിമൈസ് ചെയ്യുമ്പോൾ 0 ഇൻഫിനിറ്റി ഇൻഫിനിറ്റി 0 ദെൻ 8 ആണെങ്കിൽ 3 ഇൻഫിനിറ്റി 0 ഇൻഫിനിറ്റി. ഇതായിരിക്കും എനിക്ക് അതിൽ കോളം വൈസും റോ വൈസും റെഡ്യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂസ്. അപ്പോൾ ഇവിടെ ഒരു 13 എന്ന് പറയുന്ന മിനിമൈസേഷൻ നടക്കുന്നുണ്ട്, ഇവിടെ ഒരു 5 എന്ന് പറയുന്ന ഒരു മിനിമൈസേഷൻ നടക്കും. അപ്പോൾ എൻ്റെ കറണ്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് 13 + 5 ദാറ്റ് ഈസ് 18. ഓക്കെ, ഇപ്പോൾ കോസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കോസ്റ്റ് ഓഫ് എ കോമ ബി പ്ലസ് കോസ്റ്റ് ഓഫ് പാരൻറ്റ് പ്ലസ് കോസ്റ്റ് ഓഫ് കറണ്ട് റിഡക്ഷൻ. കോസ്റ്റ് ഓഫ് പാരൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച 18.
ഓക്കെ. കറണ്ട് റിഡക്ഷൻ എന്ന് പറയുന്നത് 13 + 5 ദാറ്റ് ഈസ് 18. ദെൻ കോസ്റ്റ് ഓഫ് എ കോമ ബി. എ കോമ ബി നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ എ കോമ ബി എന്തായിരുന്നു എന്നുള്ളതാണ്. എ കോമ ബി എന്ന് പറയുന്നത് എന്താണ്? 0യാണ്. സോ ആ 0യെ നമ്മൾ കറസ്പോണ്ടിങ് എന്ത് ചെയ്തു? അവിടെ എഴുതി. 0 + 18 + 18 ദാറ്റ് ഈസ് 36. അപ്പോൾ കോസ്റ്റ് ഓഫ് 2 എന്ന് പറയുന്നത് ആ കറസ്പോണ്ടിങ് നമ്മുടെ ഇതിനകത്ത് ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 36. ബിയുടെ കോസ്റ്റ് 36. ഇനി അടുത്തത് നമ്മൾ അതേപോലെ എ ടു സിയും എ ടു ഡിയും കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൽ മിനിമം കോസ്റ്റ് ഏതാണോ അതെടുക്കുക. ഓക്കെ. നെക്സ്റ്റ് എ ടു സി. എ ടു സി എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന റോയും സി എന്ന് പറയുന്ന കോളവും ഇൻഫിനിറ്റി ആക്കുക. അതുപോലെ സിയിലെ എ ദിസ് വൺ ഈസ് ഓൾസോ ഇൻഫിനിറ്റി. ഓക്കെ. എന്നിട്ട് റിസൾട്ടിങ് മെട്രിക്സ് എഴുതും. ഇതാണ് നമ്മുടെ റിസൾട്ടിങ് മെട്രിക്സ്. ഇനി നമ്മൾ നോക്കുക റോ വൈസ്. ഇതിനകത്ത് 0യാണ്, ഇതിനകത്ത് 0യാണ്, ഇതിനകത്ത് 0യാണ്, ഇതിനകത്ത് 0യാണ്, ഇതിനകത്ത് 0യാണ്. പിന്നെ ദിസ് വൺ ഈസ് ഓൾസോ 0. അപ്പോൾ ഇതിനകത്ത് എന്തല്ല, നമുക്ക് റിഡക്ഷൻ എൻ്റെ ആവശ്യം വരുന്നില്ല. റിഡക്ഷൻ എന്ന് പറയുന്നത് 0ആണ്. അപ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് എ സി പ്ലസ് കോസ്റ്റ് ഓഫ് പാരൻ്റ് പ്ലസ് കറണ്ട് റിഡക്ഷൻ. കറണ്ട് റിഡക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് 0. കോസ്റ്റ് ഓഫ് പാരൻ്റ് എന്ന് പറയുന്നത് 8. ദെൻ എ ടു സി നമ്മൾ ആദ്യത്തെ മെട്രിക്സിനകത്ത് ചെന്നാൽ എ ടു ഈ മെട്രിക്സിനകത്ത് എ ടു സി ഈസ് നമ്മൾ കറസ്പോണ്ടിങ് 7 ആക്കി റെഡ്യൂസ് ചെയ്തത്. എ ടു സി ഈസ് 7. സോ എ ടു സി 7 എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ എടുക്കുക. 7 + 18 + 0 ദാറ്റ് ഈസ് 25. അപ്പോൾ ആദ്യം എയുടേത് 18 ആയിരുന്നു. എ ഈസ് 18. ദെൻ എയിൽ നിന്ന് ബി കണ്ടുപിടിച്ചു. ബിക്ക് 36 ആയിരുന്നു. ദെൻ എയിൽ നിന്ന് സി കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 25. ഇനി അടുത്തത് എയിൽ നിന്ന് ഡി കണ്ടുപിടിക്കണം. ഡിയുടെ വാല്യൂ എത്രയാണെന്ന് നോക്കണം. ഓക്കെ. ദെൻ എ ടു ഡി. എ ടു ഡി എന്ന് പറയുമ്പോൾ എയുടെ കറസ്പോണ്ടിങ് ഡിയുടെ കറസ്പോണ്ടിങ് എ എന്ന് പറയുന്ന റോയും ഡി എന്ന് പറയുന്ന കോളവും ഇൻഫിനിറ്റി ആക്കുക. അതുപോലെ ഡി ടു എ എന്ന് പറയുന്നതും ഇൻഫിനിറ്റി ആക്കുക. അത് ഇൻഫിനിറ്റി ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇനി നമ്മൾ വീണ്ടും കോസ്റ്റ് റിഡക്ഷൻസ്. ഇതിനകത്ത് 0യാണ്, ഇതിനകത്ത് 5 ആണ്. സോ 5 വെച്ച് റെഡ്യൂസ് ചെയ്യുക. ഇതിനകത്ത് 0യാണ്. ഇനി കോളം വൈസ് നോക്കുമ്പോൾ ഇതിനകത്ത് 0യാണ്, ഇതിനകത്ത് 0യാണ്, ഇതിനകത്ത് 0യാണ്. ഇത് ഇൻഫിനിറ്റി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അതിനകത്ത് ഒരു മാറ്റവും വരുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു 5 എന്ന് പറയുന്ന ഒരു റിഡക്ഷനാണ് അവിടെ വരുന്നത്. ഓക്കെ. ആ 5 റിഡക്ഷനും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. അപ്പോൾ കോസ്റ്റ് ഓഫ് എ കോമ ഡി പ്ലസ് കോസ്റ്റ് ഓഫ് പാരൻ്റ് പ്ലസ് കറണ്ട് റിഡക്ഷൻ. കോസ്റ്റ് ഓഫ് പാരൻ്റ് 18 ആയിരുന്നു. കറണ്ട് റിഡക്ഷൻ 5 ആണ്. കോസ്റ്റ് ഓഫ് എ കോമ ഡി ആദ്യത്തെ മെട്രിക്സ് നമ്മൾ റെഡ്യൂസ് ചെയ്ത പാരൻ്റ് മെട്രിക്സിനകത്ത് എയിൽ നിന്ന് ഡിയിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. സോ 3 + 8 + 5 ഈസ് 26. അപ്പോൾ ആദ്യം എയുടേത് 18, ബിയുടേത് 36, സിയുടേത് 25, ദെൻ ഡിയുടേത് 26. അപ്പോൾ ഇതിനകത്ത് എ എന്ന് പറയുന്നത് എടുത്തു. ഇനി അടുത്തതിൽ ബിയിലേക്ക് പോകണോ, സിയിലേക്ക് പോകണോ, ഡിയിലേക്ക് പോകണോ എന്നുള്ളത് ഈ കോസ്റ്റുകളിൽ ഏറ്റവും മിനിമം ഏതോ അത് വെച്ചിട്ടായിരിക്കും ചെയ്യുക. ഈ കോസ്റ്റുകളിൽ ഏറ്റവും മിനിമം ഏതാണ്? സി ആണ്. അപ്പോൾ എൻ്റെ ഒരു പാത്ത് കിട്ടി എ ടു സി. ഓക്കെ. ഇനി സിയിൽ നിന്ന് ബിയിലേക്ക് പോകണോ, സിയിൽ നിന്ന് ഡിയിലേക്ക് പോകണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ സിയിൽ നിന്ന് ബിയിലേക്കാണെങ്കിൽ സി ടു ബി എന്ന് പറയുന്ന പാത്തിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. സി ടു ഡി ആണെങ്കിൽ സി ടു ഡി എന്ന് പറയുന്നതിൻ്റെ പാത്തിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കണം. ഇതിലേതാണോ മിനിമം അതായിരിക്കും അടുത്ത സിയിൽ നിന്ന് മൂവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് സി കണ്ടുപിടിച്ചു. ഇനി സിയിൽ നിന്ന് നമ്മൾ നോഡ് 3 ആണ് നമുക്ക് മിനിമം കോസ്റ്റ് കിട്ടുന്നത്. ഇനി സിയിൽ നിന്ന് ബി കണ്ടുപിടിക്കണമോ സിയിൽ നിന്ന് ഡി കണ്ടുപിടിക്കണോ എന്നുള്ളത് നോക്കുക. ഇതിൽ ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണോ അത് പോകും. ഓക്കെ. ഇതുപോലെ എല്ലാ വേർട്ടെക്സും നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആദ്യത്തേത് നോഡ് 5.
നോഡ് 5 എന്ന് പറയുന്നത് സിയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നത്. അപ്പോൾ സിയുടെ കറസ്പോണ്ടിങ് റെഡ്യൂസ്ഡ് നോഡ് നമ്മുടെ മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് എന്ത് ചെയ്യാം, സി ബി ആണ്. അപ്പോൾ സി എന്ന് പറയുന്ന റോയും ബി എന്ന് പറയുന്ന കോളവും, സി എന്ന് പറയുന്ന റോയും ബി എന്ന് പറയുന്ന കോളവും ഇൻഫിനിറ്റി ആക്കി. ഇതിനകത്താണ് സിയും ബി, ഇതിനകത്ത് വരുന്നതെല്ലാം ഇവിടെ ഇൻഫിനിറ്റി ആക്കിയിട്ടുണ്ട്. ദെൻ നമ്മൾ ഓരോന്നിൻ്റെയും നേരത്തെ ചെയ്തതുപോലെ മിനിമം വാല്യൂസ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് 2 സ്ഥലത്ത് മിനിമം വാല്യൂസ് നമ്മൾ ചെയ്യുക. ദെൻ നമ്മൾ കറസ്പോണ്ടിങ് കോളം വൈസ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം 0 ആണ്. സോ 13 + 8 21 എന്ന് പറയുന്ന ഒരു കറണ്ട് റിഡക്ഷൻ കിട്ടും. ദെൻ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 25. എന്തുകൊണ്ട് 25 എടുത്തു? 18 ആയിരുന്നില്ല 25 എടുക്കാൻ കാരണം നമ്മൾ അടുത്തത് ഇതിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാരൻ്റ്. ഇത് പാരൻ്റ് ആകുമ്പോൾ ഇതിൻ്റെ പാരൻ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് 25. ഇതിൽ നിന്ന് ബി ആണോ ഡി ആണോ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ പാരൻ്റ് എന്ന് പറയുന്നത് 25. സോ ഇൻഫിനിറ്റി പ്ലസ്, അതായത് സിയിൽ നിന്ന് ബിയിലേക്കുള്ളത് നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ ഇൻഫിനിറ്റി ആണ്. സോ ഇൻഫിനിറ്റിയിൽ നിന്ന് ഇൻഫിനിറ്റിയുടെ കൂടെ ഒരു 25 21 ഒന്നും ആഡ് ചെയ്താലും കുഴപ്പമില്ല, അവിടെ എന്ത് വരത്തുള്ളൂ, ഇൻഫിനിറ്റിയെ വരത്തുള്ളൂ. അപ്പോൾ എന്തെടുക്കാൻ പറ്റില്ല, ടോട്ടൽ കോസ്റ്റ് ഓഫ് ബി, സി ടു ബി എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അതൊരു വലിയ കോസ്റ്റായി. അപ്പോൾ നമ്മൾ അടുത്ത സെക്ഷൻ ഡി ടു ബി എന്ന് പറയുന്നത് സി ടു ഡി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യും. സി ടു ഡി ആണ്. സി ടു ഡി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ കോസ്റ്റ് കണ്ടുപിടിക്കും. ആ കോസ്റ്റും കറസ്പോണ്ടിങ് എ ടു സി, സി ടു ഡി അത് കിട്ടി. ഇനി നമ്മളിപ്പോൾ എ എന്ന് പറയുന്ന വേർട്ടെക്സ് വിസിറ്റ് ചെയ്തു, സി എന്ന് പറയുന്ന വേർട്ടെക്സ് വിസിറ്റ് ചെയ്തു, ഡി എന്ന് പറയുന്ന എനിക്ക് മൊത്തത്തിൽ എ ബി സി ഡി 4 വേർട്ടെക്സ് ആണുള്ളത്. അതിൽ 3 എണ്ണം ഞാൻ വിസിറ്റ് ചെയ്തു. ഇനി എനിക്ക് വിസിറ്റ് ചെയ്യുന്ന വേർട്ടെക്സ് ആണ് ബി. സോ ഡിയിൽ നിന്ന് ബി, അതാണ് ഇനി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഡിയിൽ നിന്ന് ബി അല്ലെങ്കിൽ ബിയിൽ നിന്ന് ഡി കറസ്പോണ്ടിങ് നോഡ്, അങ്ങനെയായിരിക്കും എൻ്റെ പാത്ത് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിയിൽ നിന്ന് നെക്സ്റ്റ് 7 എന്ന് പറയുന്ന നോഡ്, ദാറ്റ് ഈസ് ബി. ബിയുടെ കറസ്പോണ്ടിങ് കോസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, സി ബി. ദെൻ കറസ്പോണ്ടിങ് റിഡക്ഷൻസ് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന വാല്യൂസ് 25 എന്നായിരിക്കും. അപ്പോൾ എ, എൻ്റെ പാത്ത് എന്ന് പറയുന്നത് എ ടു സി, ദെൻ ഡി, ദെൻ ബി, ദെൻ എ, തിരിച്ച് എയിലേക്ക് ഞാൻ വരും. സോ ടോട്ടൽ കോസ്റ്റസ് 25. ഇതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു ഗ്രാഫിൽ നമ്മൾ കറസ്പോണ്ടിങ് മെട്രിക്സ് കോളം റിഡക്ഷൻസും റോ റിഡക്ഷൻസും കണ്ടുപിടിച്ച് കോസ്റ്റ് റിഡക്ഷൻ കണ്ടുപിടിക്കുക. ആ കോസ്റ്റ് റിഡക്ഷൻസ് എന്ന് പറയുന്നത് ഇനിഷ്യൽ മെട്രിക്സ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ പാരൻ്റ് മെട്രിക്സ്. ദെൻ അതിൽ നിന്ന് എനിക്ക് ഏതൊക്കെ നോഡിലേക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പോൾ എനിക്ക് 4 വെർട്ടെക്സ് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഫസ്റ്റ് ഞാൻ എ കണ്ടുപിടിച്ചിട്ട് പിന്നെ എയിൽ നിന്ന് ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി എന്ന് പറയുന്ന 3 വെർട്ടെക്സ് എക്സ്പ്ലോർ ചെയ്തത്. അതിൽ നിന്ന് റെഡ്യൂസ്ഡ് കോസ്റ്റ് ആയിട്ടുള്ള സി ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ദെൻ എയും സിയും വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എനിക്ക് 2 ഓപ്ഷനും കൂടെ ഉണ്ട്, ബിയും ഡിയും. അപ്പോൾ ഞാനത് സിയിൽ നിന്ന് ബിയിലേക്ക് പോകണോ സിയിൽ നിന്ന് ഡിയിലേക്ക് പോകണോ എന്നുള്ള കോസ്റ്റ് കണ്ടുപിടിക്കും. ദെൻ സിയിൽ നിന്ന് ഡി എന്ന് പറയുന്നതാണ് എനിക്ക് മിനിമം കോസ്റ്റ് കിട്ടുന്നത്. സോ ഡിയിൽ നിന്ന് അഗെയിൻ ഞാൻ ബി എന്ന് പറയുന്ന വെർട്ടെക്സിലേക്ക് പോകണം, എന്നാലേ എനിക്ക് കറസ്പോണ്ടിങ് ചെയ്യാൻ പറ്റും. സോ കോസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ, ഓരോ നോഡിൻ്റെ എക്സ്പ്ലോർ ചെയ്യാൻ ബി എടുത്തിട്ട് കറസ്പോണ്ടിങ് എ ടു ബി ആണെങ്കിൽ ബി എന്ന് പറയുന്നതിൽ അതിൻ്റെ റോയിലുള്ള എ എന്ന് പറയുന്ന റോയും ബി എന്ന് പറയുന്ന കോളവും ഇൻഫിനിറ്റി വെച്ച് സെറ്റ് ചെയ്യും. അതുപോലെ ബി ടു എ, ബി കോമ എ എന്ന് പറയുന്ന മെട്രിക്സ് എൻട്രിയും ഇൻഫിനിറ്റി ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് എൻ്റെ കോളം റിഡക്ഷൻസും റോ റിഡക്ഷൻസും പെർഫോം ചെയ്തതിന് ശേഷം എൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ദാറ്റ് വേർട്ടെക്സ് ഇസ് ഈക്വൽ ടു ആ ഒരു കറസ്പോണ്ടിങ് നമ്മൾ എ ടു ബി എന്ന് പറയുന്ന എഡ്ജാണ് എടുത്തത്. സോ എ ടു ബി എന്ന് പറയുന്ന എഡ്ജ് മെട്രിക്സിനകത്ത് വരുന്ന എൻട്രി പ്ലസ് കോസ്റ്റ് ഓഫ് പാരൻ്റ് നോഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് എയിലാണെങ്കിൽ എൻ്റെ എയുടെ അല്ലെങ്കിൽ സിയിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ പാരൻ്റ് എന്ന് പറയുന്നത് എ. അപ്പോൾ അവിടെ കിട്ടിയ കോസ്റ്റ് പ്ലസ് കറണ്ടായിട്ട് ഞാൻ റോയും കോളവും റിഡക്ഷൻ നടത്തിയപ്പോൾ എനിക്ക് എന്ത് കിട്ടി,
ഇതെല്ലാം കൂടി സം ചെയ്യുന്നതാണ് കോസ്റ്റ് ഓഫ് ദാറ്റ്. എന്നിട്ട് ലീസ്റ്റ് കോസ്റ്റ് ഉള്ള നോഡിനെ മാത്രം ഞാൻ ചൂസ് ചെയ്യുക. എന്നിട്ട് ആ നോഡ് എൻ്റെ പാരൻറ്റ് നോഡാക്കിക്കൊണ്ട് വീണ്ടും എന്ത് ചെയ്യുക, എൻ്റെ ഗ്രാഫിനകത്ത് വരുന്ന എല്ലാ വേർട്ടെക്സിലേക്കും അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. അതാണ് ട്രാവലിംഗ് സെയിൽസ്മാൻ പ്രോബ്ലം പറയുന്നത്.